കോൺഗ്രസിൽ പുതിയ പടയൊരുക്കത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മനെ മുൻനിർത്തിയാണ് കോൺഗ്രസിൽ പുതിയ പടയൊരുക്കം നടക്കുന്നത്. പഴയ ഗ്രൂപ്പ് നേതാക്കളാണ് ഈ സതീശൻ വിരുദ്ധ ചേരിക്ക് പിന്നിൽ. രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ മൗനാനുവാദം പുതിയ നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. സമീപകാലത്ത് ഗ്രാഫ് ഉയർത്തിയ ചാണ്ടി ഉമ്മനെ ആയുധമാക്കി യൂത്ത് കോൺഗ്രസിലെ ഷാഫി രാഹുൽ ടീമിന് മറുപടി പറയുകയും ഇവരുടെ ലക്ഷ്യമാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കാര്യമായി എത്താതിരുന്ന ചാണ്ടി ഉമ്മൻ നിലമ്പൂരിൽ കയറിയത് 3000-ൽ-അധികം വീടുകളിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തത്തിൽ സമരമുഖത്തും സഹായത്തിലും താരമായതും ചാണ്ടി ഉമ്മൻ തന്നെ. ചടില നീക്കങ്ങളുടെ താരമായ ചാണ്ടിയുടെ ലക്ഷ്യമെന്താണ്? ചാണ്ടിക്ക് കൈയടിച്ച് പി ജെ കുര്യനും ടി സിദ്ദിഖും അജയ് തറയിലും ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വരുമ്പോൾ എങ്ങനെയാണ് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്? ചാണ്ടിയുടെ ലക്ഷ്യം ഉമ്മൻചാണ്ടി ബാക്കി വെച്ചുപോയ എ ഗ്രൂപ്പിന്റെ ഉയിർത്തെഴുന്നേൽപ്പാണ് എന്ന് കരുതുന്നവരുമുണ്ട്. ചാണ്ടിക്ക് പിന്നിൽ ആരൊക്കെ? എതിരാളികൾ സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടുന്ന എതിർചേരിയാണോ? എങ്ങനെയാണ് കോൺഗ്രസിലെ പുതിയ പടയൊരുക്കം? നമുക്കൊപ്പം പ്രതിനിധികൾ ചേരുന്നു. ജി ശ്രീജിത്ത്, ഡാൻ കുര്യനും. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഔട്ട്സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പ്രതികരിച്ച ചാണ്ടി ഉമ്മനെ നമുക്കറിയാം, പാലക്കാട് തനിക്ക് കൃത്യമായി പ്ലാറ്റ്ഫോം തന്നില്ല എന്ന് പറഞ്ഞ് തുറന്ന് പ്രതികരിച്ച ചാണ്ടി ഉമ്മനെയും അറിയാം. അതിനുശേഷം ഒരു പ്രത്യേക ടാക്ടിക്സിലേക്ക് തന്നെ ചാണ്ടി ഉമ്മൻ കടക്കുകയായിരുന്നു. നിലമ്പൂരിൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ, എന്നാൽ ഒരു വലിയ വീടുകളുടെ എണ്ണം തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഒരു 3000-ഓളം വീടുകൾ ഗൃഹസന്ദർശനം നടക്കുക. മുതിർന്ന നേതാക്കന്മാർ പോലും ഇത് വളരെ പിന്തുടരേണ്ട മാതൃകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ അന്ന് തന്നെ നടത്തുകയുണ്ടായി. യൂത്ത് ബ്രിഗേഡിനെതിരെ സീനിയർ നേതാക്കളുടെ ഒരു വിഭാഗം വിമർശനം ഉയർത്തുമ്പോൾ തന്നെ അതേ സമയത്ത് ചാണ്ടി ഉമ്മന് പ്രശംസകൾ ചൊരിയുന്നത് കൂടി എടുത്തു കാണുമ്പോൾ ഇത് ഏത് തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു? ഒളിഞ്ഞും തെളിഞ്ഞും ഒരു പടയൊരുക്കം നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ലക്ഷ്യമിടുന്നത് ആരെ എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. എന്താണ് ചാണ്ടി ഉമ്മൻ ലക്ഷ്യമിടുന്നത്? പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഏത് തരത്തിലാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ മുൻനിർത്തിക്കൊണ്ട് ഈ വിമർശനങ്ങളും പ്രശംസകളുമൊക്കെ ഉന്നയിക്കുന്നത്? അപർണ, സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഒരു നേതാവിനെ മറ്റ് നേതാക്കൾ ചേർന്നുകൊണ്ട് ഇതൊരു മാതൃകയാണ്, ഇത് അനുകരണീയമാണ് എന്നൊന്നും പറയുന്നൊരു രീതി നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കോൺഗ്രസിലാണ് ഫലത്തിൽ ചാണ്ടി ഉമ്മൻ കയ്യടി നേടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നത് പുതുപ്പള്ളി മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു. മറ്റ് പലയിടത്തും പല പരിപാടികൾക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ കേരളമാകെ ശ്രദ്ധിക്കുന്ന തലത്തിലേക്കുള്ള കയ്യടി നേടുന്ന, എല്ലാവരുടെയും കയ്യടി നേടുന്ന ചില പ്രകടനങ്ങൾ ഫലത്തിൽ നടത്തുകയാണ് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ഏതാണ്ട് 1-2 മാസമായിട്ട് എന്നുള്ളതാണ്. അവിടെ നിലമ്പൂരെ പ്രവർത്തനം, പാലക്കാട് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എത്തി, പിന്നെ ഒരു തവണ കൂടി മറ്റുമാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് വീട് കയറാനൊന്നും ചാണ്ടി ഉമ്മൻ തയ്യാറായിട്ടില്ല. നോക്കൂ, നിലമ്പൂരിൽ ഏതാണ്ട് 3000-ലധികം വീട് കയറി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തേണ്ടത് എന്ന് ഫലത്തിൽ കാണിച്ചു കൊടുക്കുന്നു കോൺഗ്രസ്സുകാർക്ക്. ഇവിടെ മെഡിക്കൽ കോളേജിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഒരുപാട് നേതാക്കൾ അതിന് മുൻപ് എത്തിയിരുന്നു. പക്ഷേ ഈ അധികാരികളോട് നിങ്ങൾ എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതിൽ വളരെ ഗുരുതരമായ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനുശേഷം വൈകുന്നേരം അടക്കം സമരങ്ങൾ ചെയ്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ ശ്രദ്ധ നേടുന്നു. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയയുടെ ഫണ്ട് പിരിവ് അത് കളക്ട് ചെയ്യുന്നത് ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിലാണ് എന്ന് ഫലത്തിൽ കാന്തപുരം ഉസ്താദ് തന്നെ പറയുന്ന സാഹചര്യം. അങ്ങനെ ചാണ്ടി ഉമ്മൻ ശ്രദ്ധ നേടുകയാണ്, ചാണ്ടി ഉമ്മൻ വളരുകയാണ്. ചാണ്ടി ഉമ്മന് വളർച്ചയിൽ അസ്വസ്ഥരായ പല കോൺഗ്രസ് വിഭാഗമുണ്ട്. കാരണം എല്ലായിടത്തും ഒറ്റയ്ക്കാണ് പോകുന്നത്. മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ, അതിന്റെ പ്രശ്നം എല്ലാ മാധ്യമങ്ങളും ലൈവായി കൊടുത്തു ചാണ്ടി ഉമ്മന്റെ വരവ്. ഫലത്തിൽ എന്താണ് ചാണ്ടി ഉമ്മൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ പെട്ടെന്ന് കുറച്ച് നാളുകൾ കൊണ്ട് വളരെ വേഗത്തിൽ പ്രത്യക്ഷമായി. നേരത്തെ ഉള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിൽ പല പ്രവർത്തനങ്ങളും രീതികളും വീടുകൾ വെക്കുന്ന പരിപാടികളൊക്കെയായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പൊതുവെ കയ്യടി നേടുന്ന ആളുകളെ കൊണ്ട്, മറ്റു കോൺഗ്രസ് നേതാക്കളെ കൊണ്ട് അനുകരണീയ മാതൃക എന്ന് പറയിപ്പിക്കുന്ന നിലയിലേക്ക് ചാണ്ടി ഉമ്മൻ പെട്ടെന്ന് ഉണ്ടായൊരു ചാണ്ടി ഉമ്മന്റെ മാറ്റമാണ് വലിയൊരു ഫലത്തിലൊരു ഗ്രൂപ്പ് സമവാക്യത്തിന്റെ പുതിയ സൂചനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ചാണ്ടി ഉമ്മൻ മാത്രമല്ല, കോൺഗ്രസിലെ ഒരുപാട് നേതാക്കൾ അതൃപ്തരായിരുന്നു, നിശബ്ദരായിരുന്നു. ഫലത്തിൽ ഉമ്മൻചാണ്ടി ബാക്കി വെച്ചുപോയ എ ഗ്രൂപ്പ് ശിഥിലമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഉമ്മൻചാണ്ടിയുടെ ഇടതും വലതും നിന്ന് പ്രവർത്തിച്ചവരൊക്കെ മറ്റു പല ഗ്രൂപ്പുകളുടെ ഭാഗമാകുന്ന കാഴ്ചയും കണ്ടു. അതിനെല്ലാം ഒടുവിൽ അത്തരക്കാർക്ക് പ്രത്യേകിച്ച് നിശബ്ദരായി തുടരാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ചില പ്രതിഷേധങ്ങൾ പലയിടത്തും കണ്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയപ്പോൾ
ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നില്ല, പാലക്കാട് പ്രചരണത്തിലെത്തിയില്ല. അങ്ങനെ പലതരത്തിൽ ചില പ്രകടനങ്ങൾ ഫലത്തിൽ കാണിച്ചിരുന്നു. പക്ഷേ അതൊരു വലിയ മൂർത്ത രൂപമായി മാറുന്ന കാഴ്ചയാണ് ഫലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ പ്രവർത്തനം ചെയ്യുന്നത് മാത്രമല്ല, ആളുകൾ കൈയടിക്കുന്നത് അടക്കം അത് എതിർചേരിക്കെതിരായ ഒരു നീക്കമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പുതിയൊരു ഗ്രൂപ്പ് സമവാക്യം ഫലത്തിൽ ചിന്നിച്ചിതർന്നു നിൽക്കുന്ന പഴയ എ ഗ്രൂപ്പ് ആണ് ശിഥിലമായി പോയത്. അതിൽ പലരും പലയിടത്തും പോയിട്ടുണ്ട്. ഫലത്തിൽ എല്ലാവരെയും ഇങ്ങനെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഒന്നിച്ചുകൊണ്ട് സതീശൻ വിരുദ്ധ ചേരിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് ചാണ്ടി ഉമ്മൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ സതീശൻ മാത്രമല്ല, ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും തങ്ങളുടെ പക്കലേക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. കെ സുധാകരൻ ഒരു സമയത്ത് KPCC അധ്യക്ഷനായി നിന്ന സമയത്ത് പോലും ഒരു അധികാര കേന്ദ്രമായി പലപ്പോഴും VD സതീശൻ തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിന്റെ ഒരു ഡിസിഷൻ മേക്കറായി അദ്ദേഹം മാറുന്നു. രമേശ് ചെന്നിത്തല ഒരു സ്ഥലത്ത് ഒരു വശത്തുകൂടി പല പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും സതീശൻ എന്ന ഒരുപക്ഷെ ഇനി എതിർക്കാനാകാത്ത, അധികാരത്തിൽ എതിർക്കാനാകാത്ത ഒരു ശക്തിയായി സതീശൻ മാറുമ്പോഴാണ് ഇത്രയും കാലം നിശബ്ദരായിരുന്നു. ഇപ്പോൾ KC ജോസഫിനെ പോലുള്ള പല നേതാക്കളും കുറെ കാലങ്ങളായി ഒരു ഏതെങ്കിലും വിഷയത്തിൽ പ്രതികരണം നടത്തുന്നില്ല. അവരെല്ലാവരും പക്ഷേ പല പരിപാടികളിലും വന്നും പോയി നിൽക്കുന്നുണ്ട്. അത്തരം പല ആളുകളുടെയും നിശബ്ദമായ പിന്തുണയോടുകൂടി ഫലത്തിൽ വലിയൊരു മുന്നേറ്റമായി കോൺഗ്രസിൽ ചാണ്ടി ഉമ്മൻ മുന്നിൽ നിൽക്കുന്നു. ചാണ്ടി ഉമ്മൻ മാത്രമല്ല, ഒരുപാട് നേതാക്കളുണ്ട്. അവരുടെ ഒരു വലിയ കൂട്ടായ്മ ഫലത്തിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ തിരികെ എത്താം ശ്രീജിത്ത്. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, നിലമ്പൂരിൽ നടന്നത് റീൽസ് പ്രചാരണം മാത്രമാണ്, അതിൽ കൃത്യമായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തുകയുണ്ടായില്ല. യൂത്ത് ബ്രിഗേഡ് മുഴുവൻ നടത്തിയത് ആ തരത്തിലുള്ള പ്രചാരണമാണ് എന്നുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനങ്ങളൊക്കെ വന്നു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് നിലമ്പൂരിൽ വിജയം നേടിയപ്പോൾ അത് പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിറ്റിലേക്ക് തന്നെ വരുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു ശക്തി കൂടിയുണ്ട്. PJ കുര്യൻ അടക്കമുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അതേ വേദിയിൽ തന്നെ അതിന് തുറന്നടിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്നത്. അതായത് വ്യക്തമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നിടത്ത് ഒരു യുവമുഖം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന് മറുപടി കൊടുക്കാൻ ശ്രമിക്കുകയാണോ മറുവിഭാഗം? അത് യൂത്ത് ബ്രിഗേഡിനെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ VD സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഏത് തരത്തിലാണ് ഈ ചേരി മാറിയിരിക്കുന്നത്? പഴയ ഐ ഗ്രൂപ്പ് എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു വിശാല ഗ്രൂപ്പുകൾ, ഒരു ഇക്വേഷൻ, അത് ഏത് തരത്തിലേക്ക് മാറിയിരിക്കുന്നു? രമേശിനെയും പാർട്ടിയെയും മുന്നണിയെയും നയിച്ചിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, അതായത് ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 10-17 വർഷത്തോളം അവർ ഇരുവരും ചേർന്നായിരുന്നു KPCCയും അതോടൊപ്പം പാർലമെന്ററി പാർട്ടിയും മാറി മാറി നയിച്ചിരുന്നത്. ആ സമയങ്ങളിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്ത്, അത് പ്രാദേശികമായിക്കോട്ടെ, അതല്ല സംസ്ഥാന തലത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നമായിക്കോട്ടെ, അത് ആ ഇരുവർക്കുമിടയിൽ മാത്രം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുന്ന ഒരു ശൈലി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായി കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അപ്രതീക്ഷിതമായി ഉണ്ടായതോടെയാണ് ഈ ചേരികൾ, അതായത് ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടക്കം മാറി തുടങ്ങിയത്. അതിന് പിന്നാലെയാണ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില മോശമാവുകയും അദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും പൂർണ്ണ ചികിത്സയിലേക്ക് പോവുകയും ചെയ്യുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായത്. അതോടെയാണ് എ ഗ്രൂപ്പ് ഒരു നാഥനില്ല കളരിയായി പൂർണ്ണമായി മാറിയത്. അതായത് KC വേണുഗോപാൽ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം സംസ്ഥാനത്തെ പല ഗ്രൂപ്പ് നേതാക്കളും കൂറുമാറിക്കൊണ്ട് KC പക്ഷത്തേക്ക് ചായുന്ന ഒരു കാഴ്ച അത് പ്രകടമായിരുന്നു. ഉമ്മൻചാണ്ടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ചികിത്സയുടെ ഭാഗമായി പൂർണ്ണമായി ബാംഗ്ലൂരിലേക്ക് അദ്ദേഹത്തിന്റെ താമസം തന്നെ മാറ്റിയതോടെ എ ഗ്രൂപ്പ് അക്ഷരാർത്ഥത്തിൽ നാഥനില്ല കളരിയായി മാറുകയായിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ സംസ്കാര സമയത്തുണ്ടായ വലിയ തരത്തിലുള്ള, അതായത് സമാനതകളില്ലാത്ത ഒരു ജനത്തിരക്ക് അല്ലെങ്കിൽ ജനബാഹുല്യം, അത് എ ഗ്രൂപ്പിനെ വീണ്ടും സജീവമാക്കണമെന്ന ചർച്ചകളിലേക്കൊക്കെ PC വിഷ്ണുനാഥും ബെന്നി ബെഹനാനും ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കളെ എത്തിച്ചെങ്കിലും ചാണ്ടി ഉമ്മൻ ആ ഒരു ഘട്ടത്തിൽ അതിനോട്, അതായത് അത്തരത്തിൽ ഗ്രൂപ്പ് വീണ്ടും സജീവമാക്കുന്നതിനോട് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം താല്പര്യപ്പെട്ടിരുന്നില്ല. പക്ഷേ പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെയാണ്
സംസ്ഥാന കോൺഗ്രസിലെ സാഹചര്യങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ വീണ്ടും മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള നീക്കത്തിൽ തുടങ്ങി ചാണ്ടി ഉമ്മൻ അതൃപ്തി പ്രകടമാക്കി തുടങ്ങിയതാണ്. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ അവിടേക്ക് അതായത് പ്രചാരണത്തിനായി ക്ഷണിക്കാത്തല്ല, പ്രത്യേകിച്ച് ചുമതലകളൊന്നും നൽകാത്ത സാഹചര്യം ഉണ്ടാകാത്തതോടെ ഈ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നതിന് ശേഷം ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്തി. അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എത്തിയതോടെ ഏറെക്കുറെ അത് രണ്ട് ചേരികൾ ആയി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അതായത് നേതാക്കൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ തങ്ങൾ ഒന്നിച്ച് തന്നെയാണ് എന്ന് പറയുമെങ്കിലും ഉള്ളിൽ രണ്ട് ഭിന്ന ധ്രുവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു.